നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. ഇടുക്കി ജില്ലയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ 1-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഹരിത പോളിംഗ് ബൂത്തുകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 തലങ്ങളിലും മിന്നുന്ന വിജയം നേടുമെന്ന് ഉടുമ്പൻചോല MLA MM മണി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF ജില്ലയിലും സംസ്ഥാനത്ത് നേടുമെന്ന് മുൻ MLAയും CPM നേതാവുമായ KK ജയചന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം ജില്ലയിലും സംസ്ഥാനത്തും വലിയ മുന്നേറ്റം നടത്തുമെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ അടിമാലിയിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. വണ്ണപ്പുറം പഞ്ചായത്തിലെ 19 വാർഡുകളിലേക്കും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 4 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 60.53% പോളിംഗ് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വണ്ണപ്പുറം പഞ്ചായത്തിലെ 19 വാർഡുകളിലും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ജില്ലയിലാകെ 4 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 60.53% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ മുതൽ തന്നെ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ നീണ്ട നിര രൂപം കൊണ്ടു. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന മുണ്ടൻമുടി 6-ാം വാർഡിൽ ഉച്ചയോടെ തന്നെ 60% വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനം ഉയരുന്നത് മുന്നണികൾ ശ്രദ്ധയോടെയാണ് വിലയിരുത്തുന്നത്. ശക്തമായ ചൂടിനെ അവഗണിച്ചും പ്രായഭേദമന്യേയും വോട്ടർമാർ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തി. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ 1-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ഭാര്യ റാണിയോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ അദ്ദേഹം എത്തിയത്. തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഹരിത പോളിംഗ് ബൂത്തുകൾ. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പനമ്പ്, ഓല, മുള, ഈറ്റ, പായ, കച്ചി തുടങ്ങിയവ ഉപയോഗിച്ചാണ് ബൂത്ത് സജ്ജമാക്കിയത്. ബൂത്തുകളിൽ സ്റ്റിറോഫോം, പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിരുന്നു. അതേസമയം ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ദാഹമകറ്റാൻ മൺകൂജിയിൽ കുടിവെള്ളവും ഇവിടെ ഒരുക്കിയിരുന്നു. എല്ലാ ബൂത്തുകളും ഹരിതചട്ടം പാലിക്കണമെന്നും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുപ്രകാരമാണ് ഹരിത പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയത്. പോളിംഗ് ബൂത്തിലേക്കുള്ള പാതയുടെ ഇരുവശങ്ങളിലും ഹരിതചട്ടം പാലിച്ച് വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാരങ്ങളും ഉണ്ടായിരുന്നു. ബൂത്തിൽ ആളുകൾക്ക് വിശ്രമിക്കുവാനുള്ള സൗകര്യവും ദാഹമകറ്റാൻ മൺകൂജിയിൽ കുടിവെള്ളവും ഒരുക്കിയിരുന്നു. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യവും ഹരിതചട്ടങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. കൂടാതെ സെൽഫി പോയിന്റും. നിർമ്മാണത്തിലെ മികവാണ് ബൂത്തിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ബൂത്തുകളിൽ സ്റ്റിറോഫോം, പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ഡിസ്പോസിബിൾ പാത്രങ്ങൾ എന്നിവ നിരോധിച്ചിരുന്നു. പാഴ്സൽ കവറുകളും അനുവദിച്ചിരുന്നില്ല. കൂടാതെ വോട്ടർ സ്ലിപ്പുകൾ നിക്ഷേപിക്കുന്നതിനായി പ്രത്യേകം ബിന്നുകളും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെയും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലെയും മാലിന്യം തരംതിരിച്ച് ശേഖരണം നടത്തി ശാസ്ത്രീയമായി സംസ്കരിക്കുവാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
104-ാം വയസ്സിലും ചോരാത്ത വോട്ടവകാശവുമായി പൗവത്ത് വീട്ടിൽ അപ്പച്ചൻ. വാഴവര നാങ്കുതൊട്ടി എന്ന ഗ്രാമത്തിലെ പൗവത്ത് എന്ന കുടുംബത്തിന്റെ നെടുന്തൂണാണ് ആന്റണി വർക്കി എന്ന അപ്പച്ചൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികൾ എന്ന കീർത്തിയും ആന്റണി വർക്കി പൗവത്തിനും 99 വയസ്സുകാരിയായ ഭാര്യ ക്ലാരമ്മയ്ക്കും സ്വന്തമാണ്. നടക്കാൻ വയ്യാത്തതിനാൽ ക്ലാരമ്മയ്ക്ക് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. 13-ാം വയസ്സ് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച അപ്പച്ചൻ കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വോട്ടുകളും ചെയ്തിട്ടുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. 104 വയസ്സുള്ള ആന്റണി വർക്കി പൗവത്ത് എന്ന അപ്പച്ചൻ തളരാതെ നടന്നു കയറുകയാണ് വോട്ട് എന്ന വലിയ ഉത്തരവാദിത്തം നിറവേറ്റാൻ. പ്രായം തളർത്താത്ത ആവേശത്തോടെ വോട്ട് ചെയ്ത് മടങ്ങുന്ന അപ്പച്ചൻ 90-ലധികം കുടുംബങ്ങളുള്ള ഒരു വലിയ കുടുംബത്തിന്റെ കാരണവരാണ്. വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചാണ് കേരളത്തിലെ ഏറ്റവും പ്രായമുള്ള ദമ്പതിമാരിൽ ഒരാളായ അപ്പച്ചൻ മടങ്ങിയത്. വാഴവര നാങ്കുതൊട്ടി എന്ന ഗ്രാമത്തിലെ പൗവത്ത് എന്ന കുടുംബത്തിന്റെ നെടുംതൂണാണ് ആന്റണി വർക്കി. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ ദമ്പതികളെന്ന കീർത്തിയും ആന്റണി വർക്കി പൗവത്തിനും 99 വയസ്സുകാരിയായ ഭാര്യ ക്ലാരമ്മയ്ക്കും സ്വന്തമാണ്. നടക്കാൻ വയ്യാത്തതിനാൽ ക്ലാരമ്മയ്ക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്താൻ കഴിഞ്ഞില്ല. 13-ാം വയസ്സു മുതൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച അപ്പച്ചൻ കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വോട്ടുകളും ചെയ്തിട്ടുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് പറിച്ചു നട്ടപ്പോൾ ആന്റണി മികച്ച കർഷകൻ എന്നതിലുപരി ദീർഘവീക്ഷണമുള്ള ഒരു പൊതുപ്രവർത്തകനുമായിരുന്നു. സ്വതന്ത്ര സമര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി കർഷക സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഇരട്ടയാർ പഞ്ചായത്തിന്റെ രൂപീകരണത്തിനായി പ്രവർത്തിച്ചു. ഇരട്ടയാർ സഹകരണ ബാങ്ക്, നെടുങ്കണ്ടം ഭൂപണയ ബാങ്ക് എന്നിവയുടെ ബോർഡ് മെമ്പറായും ഇരട്ടയാർ, വാഴവര തുടങ്ങിയ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിലും ആന്റണി വർക്കിയുടെ കരങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 തലങ്ങളിലും മിന്നുന്ന വിജയം നേടുമെന്ന് ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു. 20 ഏക്കർ സെർവിന്ത്യ LP സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പരിപാടികളടക്കം LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിത്തരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം UDF-ന് ചെറുതായെങ്കിലും ദോഷം ചെയ്യും. സംസ്ഥാനത്താകെ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നും MM മണി MLA പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 തലങ്ങളിലും ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് ഉറപ്പാണ്. എന്തൊക്കെ കാര്യങ്ങളിൽ മേൽക്കൈ ഉണ്ടാകുന്ന LDF-ന്റെ പ്രതീക്ഷ? ഏതൊക്കെ കാര്യങ്ങളിൽ മേൽക്കൈ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് LDF? ഒന്ന്, സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പരിപാടി. 2, കേന്ദ്ര BJP ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെതിരെ നടത്തുന്ന സമരവും പോരാട്ടവും. ആ നിലയിൽ ജനക്ഷേമ പരിപാടികൾക്ക് മുൻഗണന കിട്ടും. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനും സ്വാധീനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ജില്ലയിൽ LDF നേടുമെന്നാണ് പറയുന്നത്. നേടും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമടക്കം UDF-ന് തിരിച്ചടിയാകുമെന്ന് LDF കരുതുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്തെങ്കിലും ദോഷം അവർക്ക് ചെയ്യാൻ വഴിയുണ്ട്. പിന്നെ അവർ പുറത്താക്കി എന്നതുകൊണ്ട് പുറത്താക്കാതെ കോൺഗ്രസിനകത്ത് ഇപ്പോഴും നിൽക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ ദോഷം ചെയ്തേനും. എങ്കിലും ഇപ്പം പുറത്താക്കിയത് കൊണ്ടാണേലും കുറച്ച് ദോഷം ചെയ്യും. സംസ്ഥാനത്ത് ആകെ ഒരു വലിയ തരംഗം ഉണ്ടാകുന്നതിനെ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തിലുണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF ജില്ലയിലും സംസ്ഥാനത്ത് നേടുമെന്ന മുൻ MLA-യും CPM നേതാവുമായ KK ജയചന്ദ്രൻ പറഞ്ഞു. എല്ലക്കൽ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വലിയ കെട്ടുറപ്പോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. UDF-ന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും KK ജയചന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിലുള്ള ഭൂരിപക്ഷം ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്താകെയും കരസ്ഥമാക്കും. ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയവും കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞു. UDF-ന് ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ ഇല്ല. അവരേതെങ്കിലും തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളല്ലാതെ മറ്റൊന്നും അവരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനില്ലാതെ തകർന്നടിഞ്ഞ പരസ്പരം മത്സരിക്കുന്ന
മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. LDF നല്ല തുടക്കം മുതൽ തന്നെ നല്ല ഐക്യത്തോടും ഒത്തൊരുമയോടും കൂടി ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇടുക്കി ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ LDFന് അനുകൂലമായി രേഖപ്പെടുത്തുക. എ രാജ MLA ദേവികുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് കുണ്ടള ഈസ്റ്റ് ഡിവിഷൻ ALP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ലാ ബെല്ല ബോട്ടിക് തൊടുപുഴ കാഞ്ഞിരപറ്റം ജംഗ്ഷനിൽ പാലാനിക്കൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റിച്ചിങ്, ഡിസൈനിങ്, എംബ്രോയിഡറി വർക്ക്, മെഹന്തി ഡിസൈനിങ്, കസ്റ്റമൈസ്ഡ് കുർത്തി, ചുരിദാർ, കസ്റ്റമൈസ്ഡ് ബ്രൈഡൽ ബ്ലൗസ്, സാരീസ്, സ്റ്റിച്ചിങ്, ഡിസൈനിങ് സേവനങ്ങൾ സ്ഥാപനത്തിൽ ലഭ്യമാണ്. ലാ ബെല്ല മാനേജിംഗ് പാർട്ണർമാരായ രവീന്ദ്രൻ K, മാനുവൽ മത്തായി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അനുദിനം മാറുന്ന ലേഡീസ് ഫാഷൻ രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളോടെ ചുരിദാർ, കുർത്തീസ്, ബ്രൈഡൽ ബ്ലൗസ്, സാരീസ് തുടങ്ങിയ എല്ലാവിധ ലേഡീസ് വസ്ത്രങ്ങളുടെയും സ്റ്റിച്ചിങ്, ഡിസൈനിങ്, എംബ്രോയിഡറി സേവനങ്ങളുമായി ലാ ബെല്ല ബോട്ടിക് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കസ്റ്റമൈസ്ഡ് കുർത്തി, ചുരിദാർ, ബ്രൈഡൽ ബ്ലൗസ്, സാരീസ്, ഡിസൈനിങ്, എംബ്രോയിഡറി, ഡ്രസ് മെറ്റീരിയൽസ്, എല്ലാവിധ സ്റ്റിച്ചിങ്, ഡിസൈനിങ് സംബന്ധമായ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ്. ലാ ബെല്ല മാനേജിംഗ് പാർട്ണർമാരായ രവീന്ദ്രൻ K, മാനുവൽ മത്തായി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മേലിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. അവർക്കൂടെ സാധാരണക്കാരുടെ കടന്നു വരത്തക്ക നിലയിലുള്ള സ്ഥാപനങ്ങളുടെ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കട്ടെ ഇത്. എല്ലാ വിജയാശംസകളും. ഉപയോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് എല്ലാവിധ ലേഡീസ്, കിഡ്സ് ഫാഷൻ വസ്ത്രങ്ങളും ഏറ്റവും പുതിയ ഡിസൈനിലും പരിചയസമ്പന്നരായ ഡിസൈനർമാരുടെ മേൽനോട്ടത്തിലും ചെയ്തു നൽകുന്നു. മാമോദിസ, ആദ്യ കുർബാന, വിവിധ ഒക്കേഷനുകൾക്ക് അനുയോജ്യമായ ഡ്രസ്സുകളും ലാ ബെല്ലയിൽ ലഭ്യമാണ്. ഫെസ്റ്റിവൽ അനുബന്ധമായ വസ്ത്രങ്ങൾ ഓർഡർ അനുസരിച്ചും നിർമ്മിച്ചു നൽകുന്നു. തൊടുപുഴയ്ക്കായി ലാ ബെല്ല ഒരുക്കുന്ന നൂതന ഡിസൈനുകൾ നേരിട്ടറിയാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഹായ്, അപ്പം ഞങ്ങൾ നിൽക്കുന്നത് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ലാ ബെല്ല ബ്യൂട്ടിക്കിലാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കാനായിട്ട്. എനിക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന ഒരു ബ്യൂട്ടിക്കാണ്. ഇവർ നേരത്തെ ഓൺലൈൻ സ്ഥാപനമായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ, സാരിയും ചുരിദാർ മെറ്റീരിയൽസും കോട്ട് സെറ്റും ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല മെറ്റീരിയലാണ്. ഒരുപാട് സന്തോഷം. ഇവിടെ ഇത് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഒരുപാട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്രിസ്മസ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ കുർത്താസ്, 3 സെറ്റ്, ഇതൊക്കെ 3 സെറ്റിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് കോളേജ് സ്റ്റുഡൻസിനുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്താസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആലിയ കട്ട്സ് ആണ്. എത്ര ഫാഷൻ, എത്ര ഇത് പോയാലും ഈ ഒരു ഫാഷൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിന്റെ പല കളേഴ്സും എല്ലാം അവൈലബിൾ ആണ്. ക്രിസ്മസിന് ഏറ്റവും നല്ല ആയിട്ട് എല്ലാവർക്കും യൂണിഫോം ആയ രീതിയിലും ഓഫീസേഴ്സിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ആണത്. മെറ്റീരിയൽസ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുറച്ചൊക്കെ കട്ട് ചെയ്തു. പ്രീമിയം സാരീസ് അവൈലബിൾ ആണ്. പല റേറ്റിലുള്ള സാരീസ് അവൈലബിൾ ആണ്. പ്രീമിയം ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സാരീസ് എല്ലാം അവൈലബിൾ ആണ്. സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അനാർക്കലി ചുരിദാർ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് നല്ല ബോഡി ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇത്. ഒരു വെറൈറ്റി നല്ല ലാവൻഡർ കളറിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്.
പിന്നെ ഈ ഷോപ്പിന്റെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ബാപ്റ്റിസത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള സാരീസും ഒരുപാട് അവൈലബിൾ ആണ്. ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന പോലത്തെ സാരിയാണ് ഈ വരുന്നത്. ഇതിന്റെ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അപ്പൊ നമ്മളെല്ലാം മെറ്റീരിയൽസ് ഒക്കെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ നിങ്ങൾ കണ്ടു. ഇനി ഒരുപാടുണ്ട് കളക്ഷൻസ് വേറെ. അപ്പൊ എല്ലാവരും നേരിട്ട് വരിക. അപ്പൊ ലൊക്കേഷനൊക്കെ എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും നേരിട്ട് വന്ന് എല്ലാവരും നമ്മളോട് സഹകരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ലാബല്യയുടെ മാനേജ്മെന്റിനും സ്റ്റാഫുകൾക്കും എല്ലാം ഒരുപാട് ആശംസകൾ നേരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9544181874 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം ജില്ലയിലും സംസ്ഥാനത്തും വലിയ മുന്നേറ്റം നടത്തുമെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ അടിമാലിയിൽ പറഞ്ഞു. LDFും UDFും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിലാണ്. UDFിന്റെയും LDFിന്റെയും ഇരട്ടത്താപ്പ് നയം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും പ്രതീഷ് പ്രഭ വ്യക്തമാക്കി. NDA തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും NDA 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനം വിലയിരുത്തുമ്പോൾ NDAക്ക് അനുകൂലമായ വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വരാനുള്ള വോട്ടുകൾ, ഞങ്ങളുടെ വോട്ടുകൾ വീണ്ടും പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് NDA 100% മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. LDFിനും UDFിനും ഏതൊക്കെ കാര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നു? LDFും UDFിനെ സംബന്ധിച്ച് തിരിച്ചടി എന്ന് പറയുമ്പോൾ രണ്ടുപേരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണല്ലോ. ശബരിമല കൊള്ള മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്കുകളുടെ കൊള്ളയടക്കമുള്ള എല്ലാ അഴിമതികളിലും മുങ്ങിക്കുളിക്കുകയാണ് LDF. അതോടൊപ്പം തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും അവർ ഭരിച്ചിരുന്ന എല്ലാ പഞ്ചായത്തുകളിലും അവർ വലിയ അഴിമതിയും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള പദ്ധതികളും UDF നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. UDFിൻ്റെ LDFിൻ്റെയും ഇരട്ടത്താപ്പ് നയം ജനങ്ങൾ മനസ്സിലാക്കി NDAക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലും അതോടൊപ്പം കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റണി ജോൺ MLA വോട്ട് രേഖപ്പെടുത്തി. വാരപ്പെട്ടി പഞ്ചായത്തിലെ 3ാം വാർഡിലെ പോളിംഗ് സ്റ്റേഷനായ കോഴിപ്പള്ളി പാറച്ചാലിപ്പടി PHC സബ് സെന്ററിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. 1.5 മണിക്കൂറിലേറെ ക്യൂവിൽ നിന്ന ശേഷമാണ് MLAയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത്. ക്രമ നമ്പർ 76 റിനി ബൈജു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എല്ലാ മേഖലയ്ക്കകത്തും കടന്നു ചെല്ലുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ സ്ഥാനാർത്ഥികളെല്ലാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം സ്വീകരിക്കുകയും അവരുടെ വിജയത്തിനായി ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 9-9.5 വർഷക്കാലം ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും ഈ പിന്നിട്ട കാലയളവിനുള്ളിൽ
കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതോടൊപ്പം തന്നെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നല്ല മേധാവിത്വത്തോടു നല്ല ഭൂരിപക്ഷത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും LDF സ്ഥാനാർത്ഥികൾക്ക് വ്യക്തമായൊരു മേധാവിത്വമുണ്ട്. ആ നിലയിലുള്ള ഒരു ജനകീയ അഭിപ്രായമാണ് എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഉടുമ്പന്നൂർ പഞ്ചായത്ത് 2-ാം നമ്പർ ബൂത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ SDPI എന്ന് രേഖപ്പെടുത്തിയതായി പരാതി. ഇത് വോട്ടർമാർക്ക് ആശയക്കുഴപ്പത്തിന് ഇടയാക്കി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി 2-ാം വാർഡിൽ മത്സരിക്കുന്ന ഡോക്ടർ നസിയ ഹസന്റെ പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥിയുടെ പേരുവിവരങ്ങൾക്കൊപ്പം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നതിന് പകരം SDPI എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. സ്ഥാനാർത്ഥിയുടെ വീട്ടുപേരും തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. വോട്ടിംഗ് തുടങ്ങി 1.5 മണിക്കൂറിന് ശേഷം ക്യൂ നിന്ന ഒരു വോട്ടറാണ് ഈ ഗുരുതര പിഴവ് സ്ഥാനാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ രേഖകളിലും പേരും വീട്ടുപേരും ചിഹ്നവും പാർട്ടിയുടെ പേരും വ്യക്തമായി കൊടുത്തിരിക്കെ വെൽഫെയർ പാർട്ടിയെ മാത്രം SDPI എന്ന പേരിൽ പ്രദർശിപ്പിച്ചത് ഗുരുതരമായ പിഴവായിട്ട് പാർട്ടി വിലയിരുത്തുന്നു. ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണാധികാരിക്കും സ്ഥാനാർത്ഥി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയുടെയും ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. ഇടുക്കി ജില്ലയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ 1-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഹരിത പോളിംഗ് ബൂത്തുകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 തലങ്ങളിലും മിന്നുന്ന വിജയം നേടുമെന്ന് ഉടുമ്പൻചോല MLA MM മണി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF ജില്ലയിലും സംസ്ഥാനത്ത് നേടുമെന്ന് മുൻ MLAയും CPM നേതാവുമായ KK ജയചന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം ജില്ലയിലും സംസ്ഥാനത്തും വലിയ മുന്നേറ്റം നടത്തുമെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ അടിമാലിയിൽ പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.